ഹസ്തിനപുരത്തിൽ ബഹുമാനവും ധർമ്മവും ഭരിക്കുന്ന ഒരു ദേശത്ത് ഒരു ദിവ്യശിശു ജനിച്ചു. തന്റെ കാലത്തെ ഏറ്റവും വലിയ യോദ്ധാവാകാൻ വിധിക്കപ്പെട്ട മൂന്നാമത്തെ പാണ്ഡവ രാജകുമാരനായ അർജുനൻ എന്നായിരുന്നു അവന്റെ പേര്. അവൻ കേവലം മർത്യനായിരുന്നില്ല, അവന്റെ ജന്മം സ്വർഗരാജാവായ ഇന്ദ്രനെ വിളിച്ച് അവന്റെ അമ്മ കുന്തിക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ ഫലമാണ്. കണ്ണുതുറന്ന നിമിഷം മുതൽ ലോകം അവന്റെ വിധിക്കു മുന്നിൽ തലകുനിക്കുന്നതുപോലെ തോന്നി. ആദ്യകാലങ്ങൾ. അർജുനൻ വളർന്നത് ഹസ്തിനപുരയിലെ രാജകൊട്ടാരത്തിലാണ്. അവന്റെ സഹോദരന്മാരാൽ ചുറ്റപ്പെട്ടു. ജ്ഞാനിയായ യുധിഷ്ഠിരൻ, ശക്തനായ ഭീമൻ, ഇരട്ടകളായ നകുലനും സഹദേവനും. അവരുടെ ബാല്യം സാധാരണമായിരുന്നില്ല. കൃപാചാര്യ പഠിപ്പിച്ചത് അവർ യുദ്ധത്തിന്റെയും രാഷ്ട്രതന്ത്രത്തിന്റെയും അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ ആയുധങ്ങളുടെ അധിപനായ ദ്രോണാചാര്യൻ വന്നപ്പോൾ അർജുനന്റെ യഥാർത്ഥ കഴിവ് പ്രകാശിപ്പിക്കാൻ തുടങ്ങി. അർജുനന്റെ ശ്രദ്ധയും അച്ചടക്കവും അവനെ സംപ്രായക്കാരിൽ നിന്ന് വ്യത്യസ്തനാക്കി. ഒരു ദിവസം ഒരു പാഠത്തിനിടയിൽ ദ്രോണൻ ഒരു മരപ്പക്ഷിയെ ഒരു മരത്തിന്റെ മുകളിൽ നിർത്തി അവന്റെ കണ്ണ് ലക്ഷ്യമാക്കാൻ അവന്റെ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു. ഓരോ രാജകുമാരനും ഊഴമെടുക്കുമ്പോൾ ദ്രോണൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് കാണുന്നത്? ചിലർ വൃക്ഷത്തെ കണ്ടു, മറ്റുള്ളവർ പക്ഷിയെ കണ്ടു. എന്നാൽ അർജുനൻ പറഞ്ഞു, ഞാൻ പക്ഷിയുടെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. ദ്രോണന്റെ പ്രശംസയും അവനെ ഭൂമിയിലെ ഏറ്റവും വലിയ വില്ലാളി ആക്കുമെന്ന വാഗ്ദാനവും നേടി. അവന്റെ അസ്ത്രം സത്യമായി. എങ്കിലും അർജുനന്റെ യാത്ര വെല്ലുവിളികളില്ലാത്തതായിരുന്നില്ല. ഏകലവ്യൻ എന്ന ആദിവാസി ബാലൻ ദ്രോണരെ ഗുരുവായി ആരാധിച്ചുകൊണ്ട് രഹസ്യമായി അമ്പെയ്ത്ത് പരിശീലിച്ചു. ഏകലവ്യന്റെ കഴിവുകൾ അർജുനനുമായി മത്സരിച്ചപ്പോൾ ദ്രോണൻ അർജുനന്റെ മേൽക്കോയ്മ ഉറപ്പാക്കാൻ ഈ ഗുരുദക്ഷിണയായി അവന്റെ തള്ളവിരൽ ആവശ്യപ്പെട്ടു. ഈ പ്രവൃത്തി അർജുനനെ വേട്ടയാടി, അവന്റെ വിധിക്കായി മറ്റുള്ളവർ ചെയ്ത ത്യാഗങ്ങളുടെ ഭയാനകമായ ഓർമ്മപ്പെടുത്തൽ. അർജുനൻ പക്വത പ്രാപിച്ചപ്പോൾ വിധി അവനെ പാഞ്ചാലയിലെ അഗ്നിജ്വാലയായ രാജകുമാരിയായ ദ്രൗപദിയുടെ സ്വയംവരത്തിലേക്ക് നയിച്ചു. ദൗത്യം ഭയങ്കരമായിരുന്നു. ഒരു ഭീമാകാരമായ വില്ലു ചരടുക, കറങ്ങുന്ന മത്സ്യത്തിന്റെ കണ്ണിലൂടെ അമ്പ് എയ്യുക, വെള്ളത്തിൽ അതിന്റെ പ്രതിഫലനത്തിലൂടെ മാത്രം ദൃശ്യമാകും. വിനീതനായ ബ്രാഹ്മണന്റെ വേഷം ധരിച്ച് അർജുനൻ മുന്നോട്ട് നടന്നു. അവൻ അനായാസം വില്ല് ഉയർത്തിയപ്പോൾ ജനക്കൂട്ടം ശ്വാസം മുട്ടി. അവന്റെ അമ്പ് കൃത്യമായി ലക്ഷ്യത്തിൽ പതിച്ചു. ദ്രൗപദി അദ്ദേഹത്തെ ഹാരമണിയിച്ചു, അവരുടെ ഐക്യം മുദ്രകുത്തി. എന്നാൽ ഒരു വഴിതിരിവ് കാത്തിരുന്നു. ഒരു തെറ്റിദ്ധാരണ മൂലം ദ്രൗപദി 5 പാണ്ഡവരുടെയും പങ്കിട്ട ഭാര്യയായി. അവരുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും അവരുടെ എതിരാളികളായ കൗരവർക്കിടയിൽ അസൂയയുടെ വിത്തുകൾ പാകുകയും ചെയ്തു. പാണ്ഡവരുടെ അധികാരത്തിന്റെ ഉയർച്ച അവരുടെ ബന്ധുവായ ദുര്യോധനനെ രോഷാകുലനാക്കി. രാജ്യവും അന്തസ്സും ഇല്ലാതാക്കി. പാണ്ഡവർ 13 വർഷത്തേക്ക് നാടുകടത്തപ്പെട്ടു. ഈ സമയത്ത് അനിവാര്യമായ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ അർജുനൻ ആത്മീയവും ആയോധനപരവുമായ അന്വേഷണങ്ങൾ ആരംഭിച്ചു. തന്റെ അലഞ്ഞുതിരിയുന്നതിനിടയിൽ അർജുനൻ നാഗരാജകുമാരിയായ ഉലൂബിയെയും മണിപ്പൂരിലെ യോദ്ധാവായ രാജകുമാരിയായ ചിത്രാംഗതയും കണ്ടുമുട്ടി. ഈ ഇവരുവിൽ നിന്ന് അവൻ യഥാക്രമം ഇരവാനും ബഭ്രുവാഹനനും ജനിച്ചു. തന്റെ വംശപരമ്പരയിൽ ചേർത്തു. ദൈവിക ശക്തി തേടി അർജുനൻ ശിവനെ പ്രീതിപ്പെടുത്താൻ കഠിനമായ തപസ്സു ചെയ്തു. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ പ്രത്യക്ഷപ്പെട്ട് അവനെ യുദ്ധത്തിൽ വെല്ലുവിളിച്ചു. അർജുനൻ ധീരമായി യുദ്ധം ചെയ്തു. വേട്ടക്കാരൻ ശിവവേഷത്തിലായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിൽ സന്തുഷ്ടനായ ശിവൻ പൊതുപാശുപതാസ്ത്രം നൽകി. ഇന്ദ്രൻ ക്ഷണിച്ചു അർജുനൻ സ്വർഗീയ മണ്ഡലത്തിലേക്ക്. അവിടെ അദ്ദേഹം വിപുലമായ യുദ്ധം പഠിക്കുകയും ദിവ്യായുധങ്ങൾ നേടുകയും ചെയ്തു. എന്നാൽ സ്വർഗത്തിൽ പോലും അവൻ പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ചു. അപ്സര ഉർവശിയുടെ പ്രലോഭനങ്ങളെ ചെറുതാക്കി. 1 വർഷം നപുംസകമായി ജീവിക്കാൻ അവനെ ശപിച്ചു. അത് പിന്നീട് അവനെ നന്നായി സേവിക്കും. വനവാസത്തിന്റെ 13 വർഷത്തിൽ പാണ്ഡവർ വിരാടരാജ്യത്തിൽ അജ്ഞാതരായി ജീവിച്ചു. ഉർവശിയുടെ ശാപത്താൽ അർജുനൻ ഉത്തര രാജകുമാരിയെ നൃത്തവും സംഗീതവും പഠിപ്പിച്ച ഒരു നപുംസകമായ ബൃഹന്നാലയുടെ വേഷം ധരിച്ചു. കൗരവർ വിരാടനെ ആക്രമിച്ചപ്പോൾ അർജുനന്റെ യഥാർത്ഥ വ്യക്തിത്വം വെളിപ്പെടുത്തി. പാണ്ഡവരെ വിജയത്തിലേക്ക് നയിക്കുകയും അവരുടെ ശക്തി വീണ്ടും ഉറപ്പിക്കുകയും ചെയ്തു. നയതന്ത്രം പരാജയപ്പെട്ടപ്പോൾ പാണ്ഡവർ കൗരവർക്കെതിരെ യുദ്ധത്തിന് തയ്യാറായി. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സൈന്യങ്ങൾ ഒത്തുകൂടിയപ്പോൾ അർജുനൻ നിരാശനായി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സാരഥിയും ദൈവിക വഴികാട്ടിയുമായ കൃഷ്ണ ഭഗവത്ഗീതയുടെ കാലാതീതമായ പഠിപ്പിക്കലുകൾ നടത്തിയത്. കൃഷ്ണൻ അർജുനനോട് ആസക്തികൾക്ക് അതീതമായി ഉയരാനും നിസ്വാർത്ഥമായി പ്രവർത്തിക്കാനും ഒരു യോദ്ധാവെന്ന നിലയിൽ തന്റെ കടമ സ്വീകരിക്കാനും പ്രേരിപ്പിച്ചു. പ്രബുദ്ധനായ അർജുനൻ ധർമ്മത്തിനുവേണ്ടി പോരാടാൻ തയ്യാറായി തന്റെ വില്ല് എടുത്തു. അർജുനന്റെ വീരഗാഥകൾ ഭീഷ്മരെ പരാജയപ്പെടുത്തുന്നു. കൃഷ്ണന്റെ തന്ത്രത്തെ പിന്തുടർന്ന് ശിഖണ്ഡിയെ ഒരു കവചമായി ഉപയോഗിച്ച് അർജുനൻ ഭീഷ്മരെ അശക്തനാക്കി. തന്റെ മകൻ അഭിമന്യുവിന്റെ ദാരുണമായ മരണശേഷം സൂര്യാസ്തമയത്തിനു മുമ്പ് ജയദ്രഥനെ കൊല്ലുമെന്ന് അർജുനൻ പ്രതിജ്ഞ ചെയ്തു. നാടകീയമായ ഒരു യുദ്ധത്തിൽ അവൻ തന്റെ പ്രതിജ്ഞ നിറവേറ്റി. ചക്രവാളത്തിൽ ഒരു അമ്പുകൊണ്ട് തുളച്ചു. ഒരു കലാശപ്പോരാട്ടത്തിൽ അർജുനൻ കർണനെ പരാജയപ്പെടുത്തി. അവരുടെ ആജീവനാന്ത മത്സരം അവസാനിപ്പിക്കുകയും ദ്രൗപദിയുടെ അപമാനത്തിന് പ്രതികാരം ചെയ്യുകയും ചെയ്തു. കൗരവർ പരാജയപ്പെട്ടതോടെ യുധിഷ്ഠിരൻ സിംഹാസനത്തിൽ കയറി സമാധാനം നാട്ടിലേക്ക് മടങ്ങി.
രാജ്യം പുനർനിർമ്മിക്കുന്നതിലും സൈനിക പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലും ധർമ്മം പ്രചരിപ്പിക്കുന്നതിലും അർജുനൻ പ്രധാന പങ്കുവഹിച്ചു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ ദുരന്തം സംഭവിച്ചു. അർജുനന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും വഴികാട്ടിയുമായ കൃഷ്ണൻ മർത്യലോകം വിട്ടു. ദുഃഖിതനായ അർജുനൻ തന്റെ ദിവ്യശക്തി നഷ്ടപ്പെട്ടു. കൊള്ളക്കാർ തന്റെ സംരക്ഷണത്തിലുള്ള സ്ത്രീകളുടെ ഒരു യാത്രാസംഘത്തെ ആക്രമിച്ചപ്പോൾ അവരെ പ്രതിരോധിക്കുന്നതിൽ അയാൾ പരാജയപ്പെട്ടു. ജീവിതത്തിന്റെ നശ്വരതയുടെ വിനീതമായ ഓർമ്മപ്പെടുത്തൽ. ഭൗമിക ബന്ധങ്ങളുടെ നിരർത്ഥകത മനസ്സിലാക്കിയ പാണ്ഡവർ തങ്ങളുടെ രാജ്യം ഉപേക്ഷിച്ച് ഹിമാലയത്തിലേക്കുള്ള അവസാന യാത്ര ആരംഭിച്ചു. അവർ ഒന്നൊന്നായി വീണു, അവരുടെ മാരകമായ പ്രവൃത്തികളാൽ ഭാരപ്പെട്ടു. അഹങ്കാരത്താലും മുൻകാല പരാജയങ്ങളാലും ഭാരപ്പെട്ട അർജുനൻ നാലാമനായി വീണു. എന്നിട്ടും അവന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അവിടെ അദ്ദേഹം കൃഷ്ണനോടും സഹോദരന്മാരോടും ഒപ്പം വീണ്ടും ഒന്നിച്ചു. അർജുനന്റെ പൈതൃകം. അർജുനന്റെ ജീവിതം വിജയത്തിന്റെയും പ്രക്ഷുബ്ധതയുടെയും ഒരു കഥയാണ്. ധർമ്മത്തിന്റെ സങ്കീർണതകളുടെ തെളിവാണ്. അവൻ വെറുമൊരു പോരാളിയായിരുന്നില്ല, സത്യാന്വേഷിയായിരുന്നു. തന്റെ ആന്തരിക സംഘർഷങ്ങളുമായി നിരന്തരം പോരാടി. തന്റെ വിജയങ്ങളിലൂടെയും പരാജയങ്ങളിലൂടെയും അവൻ ലോകത്തെ പഠിപ്പിച്ചത് യഥാർത്ഥ മഹത്വം നീതിക്കുവേണ്ടി പരിശ്രമിക്കുന്നതിലാണ്. വില എന്തുതന്നെയായാലും. മഹാഭാരതത്തിൽ അനശ്വരമാക്കിയ അദ്ദേഹത്തിന്റെ കഥ തലമുറകളെ പ്രചോദിപ്പിക്കുന്നത് തുടരുന്നു. കടമയും ആഗ്രഹവും തമ്മിലുള്ള ശാശ്വത പോരാട്ടത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.